ഞാൻ നിങ്ങളോട് കുറച്ച് സിനിമകളുടെ പേര് പറയാം. അത് നിങ്ങൾക്ക് അറിയുമെന്ന് നോക്ക്. പാർട്ടി, ചെന്നൈ 6028, ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്. ഗോവ, സരോജ, ബിരിയാണി, പിന്നെ മൻകാത്ത, കസ്റ്റഡി, മാനാട്. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഗോട്ട്, GOAT, ഗോട്ട്. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഈ പറഞ്ഞ സിനിമകളെല്ലാം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വെങ്കട് പ്രഭു ആണ്. തമിഴിലൊരു അത്യാവശ്യം പേര് കേട്ട ഒരു ഡയറക്ടറാണ് പുള്ളി. അത്യാവശ്യം ഈ പറഞ്ഞ സിനിമകളെല്ലാം അത്യാവശ്യം ഹിറ്റായ സിനിമകളാണ്. വലിയ നമ്പർ ഓഫ് മൂവീസ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ചെയ്ത മൂവീസ് എല്ലാം അത്യാവശ്യം പേരുകേട്ട മൂവീസാണ്, അത്യാവശ്യം ഓടിയ മൂവീസാണ്, അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു യൂത്തിൻ്റെ ഇടയിൽ ഹിറ്റായ മൂവീസാണ് അതെല്ലാം. യൂത്ത് മാത്രമല്ല, പൊതുവെ ഹിറ്റായ മൂവീസാണ് അതെല്ലാം. ആ വെങ്കട് പ്രഭു ലാസ്റ്റ് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, സ്റ്റാറിങ് ഇളയ ദളപതി വിജയ്, പെരിയ ദളപതി വിജയ്. രണ്ട് ദളപതികൾ ഒരുമിച്ച് വന്നിട്ട് ആറാടുന്ന സിനിമ. എനിക്ക് തോന്നുന്നത് വെങ്കട് പ്രഭു ഈ വിജയ് എന്ന് പറയുന്ന നടന് ഒരു പണി കൊടുത്താണെന്നാണ് എൻ്റെ ഒരു സംശയം. നല്ലൊരു പണി, മുട്ടം പണി. ലിയോ ഒക്കെ നന്നായിട്ട് അത്യാവശ്യം കാണാൻ പറ്റുന്നൊരു സിനിമയാണ്, നല്ലൊരു സിനിമയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു സിനിമ. അത്യാവശ്യം നല്ലൊരു കണ്ടിരിക്കാവുന്നൊരു സിനിമയായിരുന്നു ലിയോ. പൊതുവേ ഞാനൊരു വിജയ് ഫാനല്ല. ഞാൻ പണ്ട് ഭയങ്കര ഫാനായിരുന്നു. വിജയുടെ ആദ്യത്തെ പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിയുടെ സിനിമകളിലെ പാട്ടുകളും പുള്ളിയുടെ ഡാൻസും പുള്ളിയുടെ ചെറിയ കോമഡി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങോട്ട് കുറച്ച് മാസ് കയറിയപ്പോൾ എന്തോ ബാധ കയറിയ പോലെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വെങ്കട് പ്രഭു എന്നുള്ള ഡയറക്ടർ കുറേ നാളുകളായിട്ട് മനസ്സിലിട്ട് കിടക്കുന്നൊരു ആഗ്രഹമായിരുന്നു ഈ വിജയ് സാറിനെ വെച്ച് ഒരു പാഠം എടുത്ത ആൾക്ക് നല്ല മുട്ടം പണി കൊടുക്കണം. അങ്ങനെ പുള്ളി തീരുമാനിച്ചുറപ്പിച്ച് എന്താ പറയുക, രണ്ടും കൽപ്പിച്ച് എടുത്ത സിനിമയാണ് ഈ ഗോട്ട്. അത് ആ പടം തുടക്കം മുതലേ നമുക്ക് മനസ്സിലാവും ഇത് ഈ വിജയ് എന്ന് പറയുന്ന നടനെ പണി കൊടുക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു സിനിമയാണ്. അമ്മാതിരി കൂറ ഡയറക്ഷൻ, അമ്മാതിരി കൂറ സ്ക്രീൻ പ്ലേ, അമ്മാതിരി കൂറ സിനിമോട്ടോഗ്രാഫി, അമ്മാതിരി കൂറ സ്റ്റൺസ്, അമ്മാതിരി കൂറ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇതിൽ അനിരുദ്ധായിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് കണ്ട് സഹിച്ചിരിക്കായിരുന്നു. പക്ഷേ ഈ കാർത്തിക് രാജയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അയ്യോ വധം എന്ന് പറഞ്ഞ വധം. പിന്നെ അനാവശ്യമായിട്ട് 2-3 സ്ഥലത്ത് വെറുപ്പിക്കുന്ന പാട്ട്. സത്യം പറയാലോ, ഗോട്ട് ഒരു വെറുപ്പിക്കൽ മൂവിയാണ്. ഈ വിജയ് എന്നുള്ളൊരു നടനെ പുള്ളി റിട്ടയർ ചെയ്യുമ്പോൾ ഒരു നല്ല അടിപൊളി സിനിമ ചെയ്തിട്ട് റിട്ടയർ ചെയ്യുന്ന പുള്ളിക്ക് മനസ്സിലാകേണ്ടായിരിക്കണം. പക്ഷേ അത് എന്തായാലും നടപ്പിൽ ആക്കില്ല എന്ന് മനസ്സിൽ കരുതിയിട്ട് തന്നെയായിരിക്കണം ഈ വെങ്കട് പ്രഭു ഈ സിനിമ പുള്ളിയെക്കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അജാതി അവരാധ സിനിമയാണ് ഗോട്ട്. ഈ സാധനം തിയേറ്ററിലൊക്കെ പോയി കണ്ടിരുന്ന് സഹിച്ച പാവങ്ങളെ, ഓ മൈ ഗോഡ്, അവരെ ആ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് ഞാനൊന്ന് ഒരു നേരത്തേക്ക് നെടുവീർപ്പിട്ട് പോയി. എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്ത് തെറി വേണമെങ്കിലും വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ സിനിമ അത്ര അപരാധമാണ്. അത്ര അപരാധം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സീൻ തന്നെ എന്തൊക്കെയാണ് കാണിച്ചു വയ്ക്കുന്നത്. ഈ തമിഴ് ഇത്രയും ബഡ്ജറ്റൊക്കെ ഉള്ള സിനിമയിൽ ഒരു പ്രോപ്പർ സ്പെഷ്യൽ എഫക്ട്സോ ഒരു സ്റ്റണ്ട് എഫക്ട്സോ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ ഈ മാതിരി? അയ്യോ, ഇതിലും ഭേദം മലയാളം മൂവീസിലെ ആൾക്കാർ സ്റ്റണ്ട്സ് ചെയ്യുന്നുണ്ട്, ആ ഒരു CGI ഒക്കെ ചെയ്യുന്നുണ്ട്. മലയാളം മൂവിയൊക്കെ വളരെ ഇമ്പ്രൂവ് ചെയ്തു CGIയുടെ കാര്യത്തിലൊക്കെ. എന്നിട്ട് പോലും ഈ ദളപതിയുടെ മൂവിയിൽ ഇങ്ങനെ, ഇത്രയും കോടികൾ ബഡ്ജറ്റുള്ള സിനിമയിൽ ഇങ്ങനെ, എന്നിട്ടാണ് ആൾക്കാർ എന്നിട്ട് മറ്റേ ഒരു രാമായണത്തിൻ്റെ ഒരു സിനിമ വന്നല്ലോ, അതിൻ്റെയൊക്കെ കുറ്റം പറഞ്ഞിരുന്നിട്ട് അതിലൊക്കെ എത്ര വേദമായിരുന്നു എഫക്ട്സ് ഒക്കെ. ഇതിൽ മറ്റേ ചിന്ന ദളപതിനെ ഒക്കെ കണ്ട്, ഇളയ ദളപതിയുടെ മോനായിട്ട് വരുന്ന ചിന്ന ദളപതി, എന്താണ് അതിൻ്റെ പേര്? ഒരുമാതിരി ഈ മറ്റേ
ഇതുണ്ടല്ലോ, എലിക്ക് കൂടെ വെച്ച പോലെ ഉണ്ട് ആ മോന്ത ഇരിക്കുന്നത്, ആ നോട്ടോ അതൊക്കെ. അതിൻ്റെ മോനെ എന്ത് കോമഡിയായിരുന്നു. സത്യം പറയാൻ ഞാൻ ഈ സിനിമ കണ്ടിരുന്നത് ചിരിച്ചിരിച്ചിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സീനുകൾ പോലെ എനിക്ക് ചിരി വന്നുകൊണ്ടിരിക്കുക. എന്താ പറയുക, ആ ഒരു ചില തെലുങ്ക് പടങ്ങളൊക്കെ കാണും, ബാലയ്യയുടെ ഒക്കെ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ചിരി ഉണ്ടല്ലോ. എന്താ അപരാധം അങ്ങനെ. ഓ, എനിക്ക് ബെറ്ററായിട്ട് മറ്റേ വിജയ് മറ്റേ കുറച്ചുകൂടി പ്രായം ചെന്ന് വന്നിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ കുറച്ചുകൂടി നമുക്കൊന്ന് ഓക്കെ ഒരു ഇതുണ്ട്. പക്ഷെ മകനായിട്ട് അഭിനയിക്കുന്ന കോലം, എൻ്റെ പൊന്നു മോനെ, മുടി എന്തോടെ ഇത് ഫ്രീക്കന്മാരെന്നൊക്കെ പറഞ്ഞൊരു പരിചയമില്ലേ? ഇത് എന്ത് ഫ്രീക്കനാണ് ഇത്? മറ്റേ റോഡിൽ നിന്ന് ടാരെടുത്ത് തേച്ച് വെച്ച പോലെ ഉണ്ട് മുടി, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പുള്ളി എങ്ങനെ എടുത്താലും ഈ ബെഡിന് എനിക്ക് വന്നാൽ പോലും പുള്ളിയുടെ മുടി അങ്ങനെയാണ്. രണ്ടുപേരെ, അച്ഛൻ്റെയും മകൻ്റെയും. ആറില്ല, എപ്പം നോക്കിയാലും മുടി അങ്ങനെ ഇരിക്കുകയുള്ളൂ. ഓ, സമ്മതിച്ചു കേട്ടോ. ആ പ്രഭുദേവനെയും മറ്റേ ഇവരെയൊക്കെ കൊടുന്ന് വെറുതെ ജയറാം വെറുതെ വേസ്റ്റ് ഓഫ് ടൈം. അഭിനയിക്കാൻ അറിയുന്നവരെ വില കൊടുത്തിട്ട് വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞു. അവർക്ക് പോലും ഒരു മര്യാദയ്ക്കുള്ളൊരു സംഭവം കൊടുത്തില്ല. ഓ ഓ, സമ്മതിച്ചളിയാ വെങ്കട് പ്രഭു, നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കൂ. ഇയാളെ കൊണ്ട് ഇത്രയും കോറായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും നിങ്ങൾ കാണിച്ചു തന്നു. ഹാറ്റ്സ് ഓഫ് ടു യു. ഇതിലും കോറായിട്ട് വിജയനെ കൊണ്ട് സിനിമ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. വാവ്, സത്യം പറയല്ലോ, ആ ലാസ്റ്റിലെ കുറെ സീനൊക്കെ എൻ്റെ പൊന്നു എന്ത് കോമഡിയാണെന്നറിയോ. ഇത് ശരിക്കും കോമഡി സിനിമയായിട്ടാണ് നിങ്ങൾ എടുത്തത്. അതോട് നിങ്ങളെ മനസ്സിലെടുക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, ഇതൊരു സ്പൂഫ് മൂവി. എനിക്ക് ശരിക്കും ഇത് കണ്ടപ്പോൾ ഒരു സ്പൂഫ് മൂവി ഉണ്ടല്ലോ, അത് കാണുന്ന പോലെ എനിക്ക് തോന്നി. മറ്റേ പണ്ടൊക്കെ നമ്മളെ എന്താ പുള്ളിയുടെ പേര്, ചാർലി ഷീൻ ചെയ്യായിരുന്നു ഇതുപോലെ ഹോട്ട് ഷോട്ട്സ് ഒക്കെ. മറ്റേ റാംബോൻ്റെ അങ്ങനത്തെ കുറേ പടങ്ങളൊക്കെ എടുത്തിട്ട് കൂട്ടിച്ചേർത്ത് പുള്ളിയൊരു സ്പൂഫ് മൂവി ചെയ്യായിരുന്നു, ഹോട്ട് ഷോട്ട്സ് കൊണ്ട്. ആ ഒരു അവസ്ഥയായിരുന്നു ഈ സിനിമ കാണുന്നത് മൊത്തം. മറ്റേ തെലുങ്കിലും കന്നഡയിലും എടുത്തിട്ടുണ്ടല്ലോ ഒരു കുറച്ച് വയറൊക്കെ ഉള്ള നടൻ, മറ്റേ കോഴീനെയൊക്കെ പിടിച്ച് തിരിച്ചിട്ട് അമ്പ് ചെയ്ത് വിടുന്നത്. ആ അവസ്ഥയിലുള്ള ഒരു സിനിമ, അതിന് ഇത്രയും കോടി മുടക്കിയിട്ട് നിങ്ങൾ എടുത്തു. വാവ് വാവ്, ബ്യൂട്ടിഫുൾ, ഹാറ്റ്സ് ഓഫ് ടു യു. ഇങ്ങനെ ആയിരിക്കണം. എനിക്ക് ചിരി വന്നിട്ട് എൻ്റെ പൊന്നോ. പക്ഷെ എന്തായാലും ഞാനിരുന്ന് കണ്ടു കേട്ടോ, ഞാനത് ഇരുന്ന് കണ്ടു. എനിക്ക് കാണണം എന്നൊരു വാശിയായിരുന്നു. അത് ഇതെങ്ങനെ ഇവർ കൊണ്ടുപോയി അവസാനിക്കും. എൻ്റെ മോനെ, അവസാനം ട്വിസ്റ്റോടെ ട്വിസ്റ്റ്. ക്രിസ്റ്റഫർ നോളനൊക്കെ മുണ്ടും പൊക്കി ഓടുന്ന ട്വിസ്റ്റ്. ഓ, റിഡ്ലി സ്കോട്ടും ക്രിസ്റ്റഫർ നോളനും ജെയിംസ് ക്രാമറും ഒക്കെ കണ്ട് അപ്പരടിച്ചെന്ന് പറഞ്ഞ പോലെ. വാട്ട് എ ട്വിസ്റ്റ്. DNA എടുത്ത് പുതിയ ദളപതിനെ അവരുണ്ടാക്കി, പുതിയ ഗാന്ധിനെയും ജൂനിയർ ഗാന്ധിനെയൊക്കെ അവരുണ്ടാക്കി കളഞ്ഞു. ജീവനും അശോകനൊക്കെ വന്നോടെ. ഓ, എനിക്ക് മയ്യ മച്ചാ, അസഹനീയം ബട്ട് അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടു. മുട്ടൻ കോമഡി എന്ന് പറഞ്ഞാൽ മുട്ടൻ കോമഡി. ഇങ്ങനെ പണി കൊടുത്ത ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഡയറക്ടർ ഒരു ആക്ടറിന് ശരിക്കും പണി കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ കാശ് ചെലവാക്കി പണി കൊടുത്തു. സമ്മതിച്ചിരിക്കുന്നത്. എന്തോ ഇവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അതായിരിക്കും ശരിക്കുള്ള പ്രശ്നം. ഈ വെങ്കട് പ്രഭുവിൻ്റെ സിനിമയിലുള്ള ഒരുവിധം എല്ലാമാരും സിനിമയിലും ഉണ്ട്. ചെറിയ ചെറിയ റോളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം നമുക്ക്. എനിക്ക് തോന്നുന്നു ഇവന്മാർക്കൊക്കെ ഈ വിജയനോട് ഭയങ്കര കലിപ്പുണ്ടായിരിക്കണം. അതായിരിക്കും ഇവന്മാരെല്ലാം കൂടി ചേർന്ന് അയാൾക്കിട്ട് നല്ലൊരു പണി കൊടുത്ത്. എന്തായാലും ലാസ്റ്റിലെ ട്വിസ്റ്റ്, ഓഫ്, ആ ക്രിസ്റ്റഫർ നോളനൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ പൊളി പണി നിർത്തി മുങ്ങോട്ട്. എനിവേ ഗൈസ്, ജന്മം ഉണ്ടെങ്കിൽ സാധനം കാണരുത് കേട്ടോ. പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് എന്നാണ് നിങ്ങളെ. പക്ഷെ നല്ല അടിച്ച് ഫിറ്റായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ചിരിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ ഒന്ന് കണ്ടുപോയിക്കോ. ചിലപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവും. നല്ല ടെൻഷനൊക്കെ ഉള്ളപ്പോഴേ, എന്തെങ്കിലുമൊക്കെ നല്ല ടെൻഷനുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ചിലപ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആയിക്കോളും. സോ ഓക്കെ, ബൈ ബൈ. അടുത്ത സിനിമ നമുക്ക് റിവ്യൂ ആയിട്ട് വരാം. ബൈ ബൈ.